കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഹോസ്റ്റലിലേക്ക് മാറിയ നിധി നികേഷിന് പനിയാണെന്ന് കേട്ടപ്പോൾ വെച്ച് പിടിച്ചു നേരെ കിളിക്കൂട്ടിലേക്ക് വരികയാണ്. നിധിയെ പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ സുഭാഷിനും നികേഷിനും ഹരീഷിനും ഭാസ്കരനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നിധി പതുക്കെ നികേഷിൻ്റെ അരികിലേക്ക് വന്നിരുന്ന് സ്നേഹത്തോടു കൂടി ചോദിച്ചു, എടാ നീ ഡോക്ടറെ കണ്ടോ, മരുന്ന് കഴിച്ചോ, ഇപ്പം പനി എങ്ങനെയുണ്ട്? ഇത് കേട്ട സുധീഷ് ഒന്ന് ഇളിപ്പിച്ചിട്ട് എന്ന് ചോദിക്കുകയാണ്, നിധി നീ എങ്ങനെയാ ഇപ്പോൾ വന്നത് എന്ന്. പക്ഷേ നിധി അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല. സുധീഷിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന നിധിയെ നോക്കിയിട്ട് സുഭാഷ് ചോദിച്ചു, മോളെ നിധി ഞാൻ നിനക്കൊരു ചായ എടുക്കട്ടെ എന്ന്. ആ എടുക്ക് സുഭാഷേട്ടാ എന്ന് നിധി പറഞ്ഞപ്പോഴേക്കും സുഭാഷേട്ടൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു. നിധി ആ നേരം അത്രയും നികേഷിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സുധീഷ് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ കയറി പറയാൻ നോക്കുന്നുണ്ടെങ്കിലും നിധി പുല്ല് വില പോലും കൊടുക്കുന്നില്ല. ഇതൊക്കെ കണ്ട് ഹരീഷ് നിധിയെയും സുധീഷിനെയും മാറി മാറി ഇങ്ങനെ നോക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിൽ മനസ്സിലിങ്ങനെ പറയാണ്, ഇവൾ എന്നോടൊരു വാക്ക് പോലും മിണ്ടുന്നില്ലല്ലോ എന്ന്. ഹരീഷ് പതുക്കെ അരികിലേക്ക് വന്നൊന്ന് കൊടുത്തു. സുധീഷേട്ടാ ഏട്ടത്തി വന്നതു മുതൽ ഏട്ടൻ്റെ കുറേയധികം ചോദ്യം ചോദിച്ചല്ലോ, ഒന്നിനു പോലും മറുപടി കിട്ടിയില്ലല്ലോ എന്ന്. ഈ സമയം സുഭാഷ് എല്ലാവർക്കുമുള്ള ചായയുമായിട്ട് വന്നു. ആ ചായ കുടിക്കുന്നതിൽ തന്നെ നിധി പറഞ്ഞു, സുഭാഷേട്ടാ ഈ ചായ ശരിക്കും ഞാൻ മിസ് ചെയ്തു എന്ന്. അന്നേരം സുഭാഷ് പറയാണ്, മോളെ നീ വരുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് ഇഷ്ടമുള്ള വിഭവമെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചേനെ. അത് സാരമില്ല എന്ന് നിധി പറഞ്ഞപ്പോഴേക്കും സുഭാഷേട്ടൻ വിട്ടില്ല. വേഗം 2 ദോശ ചൂടാം, നീ ഇത് കഴിച്ചിട്ടേ പോവാവുള്ളൂ, നിനക്കിഷ്ടപ്പെട്ട ചട്നിയും കൂടി ഉണ്ടാക്കാമെന്ന് പറയും. പിന്നെ നികേഷ് ആണെങ്കിൽ മോള് വന്നപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റിരുന്നത് പോലും. അതുവരെ അവൻ തളർന്നു കിടക്കായിരുന്നു. സുധീഷ് വീണ്ടും കയറി ചോദിച്ചു, നിധി നീ ഇനി ഓഫീസിലേക്കാണ് പോകുന്നത് എന്ന്. അപ്പോഴും നിധി ഒന്നും മിണ്ടുന്നില്ല. നികേഷ് പറഞ്ഞു, ഏട്ടത്തി വരുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിരുന്നതല്ല, എനിക്ക് വലിയ സന്തോഷമായി ഏട്ടത്തി. സുഭാഷേട്ടൻ പറയുന്നത് പനി വന്നപ്പോൾ തൊട്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഉടനെ തന്നെ നികേഷ് ചോദിച്ചു, ഏട്ടത്തിക്ക് ഈ വീട്ടിലേക്ക് എന്നെ തിരിച്ചു വന്നൂടെ എന്ന്. ഇത് കേട്ടപ്പോൾ നിധി മൗനം പാലിച്ചു. സുധീഷ് ആകാംക്ഷയോടുകൂടെ തന്നെ അവളെ നോക്കി. നികേഷേ നീ ഒന്നും മിണ്ടാതിരിക്കേന്ന് സുഭാഷ് പറഞ്ഞുവെങ്കിലും അവൻ വിട്ടില്ല. ഏട്ടത്തിക്ക് സുധീഷേട്ടൻ ഇവിടെയുള്ളതാണോ പ്രശ്നം? എങ്കിൽ നമുക്ക് സുധീഷേട്ടനെ ഇവിടെ നിന്നങ്ങ് കെട്ടിക്കാം. ഇത് കേട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിന് തൊണ്ടയിലങ്ങ് കുരുങ്ങി ചുമ വന്നു. പക്ഷേ ആരും അവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തുപോലുമില്ല. ഹരീഷ് മാത്രം സുധീഷിനെ നോക്കി ഇങ്ങനെ ഇക്കിളിയേക്കുന്നുണ്ട്. ഏട്ടത്തി പ്ലീസ് എന്നൊക്കെ നികേഷ് പറഞ്ഞപ്പോൾ അതൊന്നും ശരിയാവില്ല നികേഷ് എന്ന് നിധി മറുപടി നൽകി. അന്നേരം നികേഷ് പറയാണ്, ഏട്ടത്തി സുധീഷേട്ടൻ എവിടെയെങ്കിലും പോവട്ടെ, വേണമെങ്കിൽ വണ്ടിയിൽ കിടന്നുറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്തിട്ട് എവിടേക്കെങ്കിലും മാറി നിന്നോട്ടെ. ഏട്ടത്തി ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം, ഏട്ടത്തി ഇല്ലാതെ ഇത് ശരിക്കും ഒരു വീടല്ല. ഹരീഷ് സുധീഷിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചിരിച്ചപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇവൻ എന്നോട് ഇത്രമാത്രം സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എന്നെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് സുഭാഷേട്ടൻ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ലല്ലോ. സുഭാഷേട്ടനും അത് തന്നെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് ഹരീഷ് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. നിധി സന്തോഷത്തോടു കൂടെ തന്നെ ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോഴും സുധീഷ് ഇടയിൽ കയറാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആരും അവനെ ഗൗനിക്കുന്നില്ല. നിധിക്ക് സുഭാഷ് ദോഷയുമായി വന്നു. ഹോസ്റ്റലിലെ ഫുഡൊന്നും ശരിയല്ല എന്ന് നിധി പറഞ്ഞപ്പോൾ സുഭാഷ് നിർബന്ധിച്ചു, ഇതും കൂടി കഴിക്കുമോളെ, നിന്നെ കണ്ടിട്ട് പട്ടിണി കിടക്കുന്ന ലക്ഷണമാണല്ലോ. മുട്ടദോശ കണ്ടപ്പോൾ തന്നെ നിധിക്ക് ഭയങ്കര സന്തോഷമായി. സുഭാഷേട്ടാ ഇത് മതി, ഒരുപാട് ഹെവിയായി എന്ന് പറഞ്ഞ് അവൾ കഴിക്കുമ്പോൾ നികേഷിനോട് സ്നേഹത്തോടെ കഴിക്കാൻ പറഞ്ഞു. നികേഷ് അവളെ തന്നെ നോക്കി ഭക്ഷണം കഴിച്ചു. തുടർന്ന് നിധി പറഞ്ഞു, എടാ നീ നന്നായി കഴിക്കണം, മരുന്നൊക്കെ കൃത്യമായി എടുക്കണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നെ കാണാം. സുഭാഷേട്ടാ ഞാൻ ഇറങ്ങുവാണ്, നിൽക്കുമോളെ ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പോൾ സുഭാഷേട്ടൻ്റെ ഷർട്ട് എടുക്കാൻ പോയപ്പോൾ സുധീഷ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. സുഭാഷേട്ടാ ഞാനും കൂടെ വരാം പ്ലീസ്. സുഭാഷ് പറഞ്ഞു, നിധി അടുപ്പിൽ കറിയിരിക്കുന്നുണ്ട്, സുധീഷെ നീ മോളെ കൊണ്ടുപോയി വിട്ടിട്ട് വാ എന്ന് പറയും. പക്ഷേ നിധി സമ്മതിച്ചില്ല. വേണ്ട ഞാൻ തന്നെ തനിയെ പോയിക്കോളാമെന്ന് പറയും. ഹരീഷ് പറഞ്ഞു, സുധീഷേട്ടൻ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, പുള്ളിയും കൂടെ നിധിയെടുത്തിയുടെ കൂടെ വരട്ടെ. നിധി അവിടെ നിന്നു പോകാൻ ഇറങ്ങിയപ്പോൾ ഹരീഷ് പറഞ്ഞു, ഏട്ടത്തി പുറത്തിരിക്കുന്ന വണ്ടി ഏട്ടത്തിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, ഏട്ടത്തി അത് എടുത്തോളൂ, നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയണ്ടേ? സുധീഷ് ചോദിച്ചപ്പോൾ നിധി ദേഷ്യപ്പെട്ടൊന്ന് നോക്കി. സുധീഷ് പതുങ്ങിപ്പോയി. വണ്ടിയൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിധി ഇറങ്ങി നടന്നു. സുധീഷ് പിന്നാലെ ഓടി. വഴിയിൽ ഭാസ്കരൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നിധി അയാളെന്ന് രൂക്ഷമായി നോക്കിയിട്ട് നടന്നു. സുധീഷ് പിന്നാലെ ചെന്ന് പറഞ്ഞു, ഞാനും കൂടെ വരാം. വേണ്ട ഞാൻ പോയിക്കോളാമെന്ന് നിധി പറഞ്ഞപ്പോൾ നിധിക്ക് വഴി അറിയാമെന്ന് എനിക്കറിയാം, ഒരു വഴിപോക്കനായി കണ്ടാൽ മതിയെന്ന് സുധീഷ് പറഞ്ഞു. എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇത് ഗവൺമെൻറ് റോഡല്ലേ, നിൻ്റെ അച്ഛൻ്റെ വകയൊന്നുമല്ലല്ലോ എന്ന് സുധീഷ് തർക്കിച്ചു. ഇതിനിടയിൽ എൻ്റെ അച്ഛൻ എന്തിനതിലേക്ക് വലിച്ചഴിച്ചത് എന്ന് നിധി ചോദിച്ചപ്പോൾ സുധീഷ് ന്യായീകരിക്കാൻ നോക്കി. സൈഡിൽ കൂടി നടന്നോളാമെന്ന് സുധീഷ് പറഞ്ഞുവെങ്കിലും നിധി അത്ര അങ്ങ് പിടിച്ചില്ല. അപ്പോൾ തന്നെ അവൾ വഴിയിൽ കണ്ട ഒരു ചേച്ചിയോട് ചോദിച്ചു, മോളെ നീ ഭാസ്കരൻ്റെ മരുമകളല്ലേ എന്ന്. നീ ആ വീട് വിട്ടു പോയെന്നാണല്ലോ കേട്ടത്, തിരിച്ചു വന്നോ? സുധീഷ് അവർക്ക് തക്ക മറുപടി തന്നെ കൊടുത്തു.
പിന്നാലെ വന്ന നാട്ടുകാർ സുധീഷിനെയും നിധിയെയും പറ്റി ഓരോ കുശുമ്പ് പറയുന്നത് കേട്ട് നിധിക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. നിധി പറഞ്ഞു, ഞാൻ കാരണം നിങ്ങളുടെ വീടിന് ചീത്തപ്പേരായില്ലേ? സുധീഷ് പറയുന്നുണ്ട്, അതൊക്കെ പണ്ടേ നരകമാണ്, അതോർത്തിട്ടൊന്നും നീ വിഷമിക്കേണ്ട. സുധീഷ് വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിധിയെ വീട്ടിലേക്ക് വിളിപ്പിക്കാൻ നോക്കി. നികേഷ് പറഞ്ഞതുപോലെ താൻ അവിടെ നിന്ന് വേണമെങ്കിൽ മാറി നിന്നോളാം, നീ അങ്ങോട്ടേക്ക് തിരിച്ചു വരണം, നിന്നെ എല്ലാവർക്കും അവിടെ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞാൻ കുടിച്ചു വന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്നോട് ക്ഷമിക്കുകയെന്ന് സുധീഷ് അപേക്ഷിച്ചു. ഈ സമയം തന്നെ ഒരു ഓട്ടോ വന്നപ്പോൾ നിധി അതിൽ കയറിയിട്ട് അവിടെ നിന്നും പോയി. സുധീഷ് പിന്നാലെ ഓടിയെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. പിന്നീട് ഓഫീസിലേക്ക് പോകുന്ന നിധിയുടെ പിന്നാലെ സുധീഷ് എത്തി. ഞാൻ നാണം കെട്ടവൻ തന്നെയാണ്, പക്ഷേ നീ എന്നോട് ക്ഷമിക്കണം. നിനക്ക് വേണ്ടിയല്ല, വീട്ടുകാർക്ക് വേണ്ടിയിട്ടെങ്കിലും നീ തിരിച്ചു വരണം. നീ പോയതിൽ പിന്നെ ആ വീട് ശരിക്കും ഒരു ശവപ്പറമ്പ് പോലെയായി എന്നൊക്കെ പറഞ്ഞ് സുധീഷ് കൈകൂപ്പി നിന്നു. ഞാൻ വീട് വിട്ടുപോയാ നിധി വരുമോ എന്ന് ചോദിച്ചപ്പോൾ, ശരി സുധീഷ് പൊയ്ക്കോ, അപ്പം ഞാൻ വരുന്നതിനെ പറ്റി ആലോചിക്കാമെന്ന് നിധി പറഞ്ഞു. സുധീഷ് വിശ്വസിക്കാനാവാതെ ചോദിച്ചു, സത്യമാണോ? നിധി പറഞ്ഞു, അതെ, നിങ്ങൾ മാത്രമാണ് ആ വീട്ടിലെ ഏക പ്രശ്നം, മറ്റുള്ളവർക്കൊക്കെ എന്നെ നന്നായി നോക്കിയിരുന്നു. സുധീഷ് പറഞ്ഞു, എനിക്ക് നിധിയോട്ടുള്ള സ്നേഹത്തേക്കാൾ ഉപരി സുഭാഷേട്ടനും നികേഷൊക്കെ നിന്നെ വലിയ ഇഷ്ടമാണ്. പിന്നെ നിനക്ക് വേണ്ടി പണിത ബാത്റൂമിൻ്റെ കാര്യമൊന്ന് ആലോചിച്ചു നോക്ക്. ഇത് കേട്ട് നിധി ചിരിച്ചെങ്കിലും പറഞ്ഞു, സുധീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങ്, എന്നിട്ട് വിളിക്ക്, അപ്പോൾ ഞാൻ വരാം. ജോലി കഴിഞ്ഞ് രാത്രി നിധിയും നികേഷും സുഭാഷിനൊപ്പം തിരിച്ച് കിളിക്കൂട്ടിലേക്കെത്തി. ഭാസ്കരൻ അവിടെ ഇരിക്കുന്നത് കണ്ട് നിധി ഒന്ന് പുച്ഛിച്ചു. സുഭാഷ് പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? നിധി പറഞ്ഞു, ഒന്നുമില്ല സുഭാഷേട്ടാ. നികേഷ് ചോദിച്ചു, ആരതി എടുക്കണ്ടേ എന്ന്. സ്ത്രീകൾ ആരുമില്ലല്ലോ എന്ന് ഭാസ്കരൻ പറഞ്ഞപ്പോൾ നിധി അയാളെ ഒന്ന് ആക്കി നോക്കി. അകത്തേക്ക് കയറിയ നിധി ചോദിച്ചു, സുധീഷ് എവിടെയെന്ന്? അയാൾ നാട് വിട്ടോ? ഹരീഷ് പറഞ്ഞു, പുള്ളി നിന്റെ മുറിയിലുണ്ട്. മുറിയിൽ ചെന്നപ്പോൾ നിധി കണ്ടത് പാട്ടും കേട്ട് സുഖമായി കിടന്നിറങ്ങുന്ന സുധീഷിനെയാണ്. പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന സുധീഷ് അവളെ കണ്ട് സ്വപ്നമാണോ എന്ന് അത്ഭുതപ്പെട്ടു. സുധീഷേട്ടൻ എവിടെ നിന്നും ഇറങ്ങിപ്പോയെന്ന് നികേഷ് പറഞ്ഞു. സുധീഷ് കൈ കൂപ്പി ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയി. ഭക്ഷണ സമയത്ത് നിധി സുഭാഷിൻ്റെ കൈപുണ്യത്തെ പുകഴ്ത്തി സംസാരിച്ചു. സുധീഷ് അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് നിധി പറഞ്ഞു, സുധീഷ് വീട് വിട്ടു പോകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് ഇങ്ങേരെ ഇവിടെ തന്നെ അള്ളി പിടിച്ചിരിക്കുവാണല്ലോ എന്ന്. നേരം വിളിക്കട്ടെ, ഞാൻ പോയിക്കോളാമെന്ന് സുധീഷ് പറയാണ്. ഭാസ്കരൻ പറഞ്ഞു, മോളെ, നീ വന്നപ്പോൾ തന്നെ ഈ വീട് ബൾബ് ഇട്ടതുപോലെ പ്രകാശിച്ച് നിൽക്കണേ. അടുത്ത ദിവസം തന്നെ സുധീഷ് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നു. നിധി വീണ്ടും അവനെ പരിഹസിച്ചു. സുധീഷ് പറഞ്ഞു, നിധി, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കഴുത്തിലെ ആ താലി, അത് നീ ഇതുവരെ അഴിച്ചു വെച്ചിട്ടില്ല. അതിനർത്ഥം നിനക്ക് ഈ വീടുമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. ഇത് കേട്ട നിധി തൻ്റെ താലിമാലങ്ങ് അഴിച്ചെടുത്തു. എല്ലാവരും അത് കണ്ട് ആകെ ഞെട്ടിപ്പോയി. ആ താലി സുധീഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ നിധി പറഞ്ഞു, ഇത് സുധീഷ് കെട്ടിയ താലിയായതുകൊണ്ടല്ല ഞാൻ ഇത് ഇട്ടിരിക്കുന്നത്. ഇതെൻ്റെ ഡിസൈൻ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. ഇനി സുധീഷ് തന്നെ ഇത് വെച്ചോ, ഇത് സ്വർണ്ണമാണ്, ഇത് കളയരുത് എന്നൊക്കെ പറഞ്ഞ് നിധി നേരെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. സുധീഷിനാകെ വിഷമമായി. സുധീഷ് വിഷമത്തോടു കൂടി തന്നെ ആ ഒരു താലിയും പിടിച്ച് നിന്നു. എല്ലാവരും സുധീഷിനെ കുറ്റപ്പെടുത്തി. പക്ഷേ സുധീഷ് മനസ്സിൽ ഉറപ്പിച്ചു, നീ തന്നെ ഈ താലി എടുത്ത് വന്ന് ഇടാൻ പറയുന്ന ഒരു ദിവസം വരും. ആ താലി സ്വന്തം കഴുത്തിലിട്ട് സുധീഷ് പുറത്തേക്ക് പോയി. താലി കഴുത്തിലിട്ട് സുധീഷ് പുറത്തേക്ക് പോയത് വീട്ടുകാരെ എല്ലാവരും ഒരുപോലെ തന്നെ അമ്പരപ്പിച്ചു. നിധി ഇത് കണ്ടെങ്കിലും പുറമേക്ക് ഗൗരവം നടിച്ചു. പക്ഷേ സുധീഷിൻ്റെ ആ ഒരു പ്രവൃത്തി അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ചലനമുണ്ടാക്കി. അടുത്ത കുറച്ച് ദിവസങ്ങൾ കിളിക്കൂട്ടിൽ വല്ലാത്ത നിശബ്ദതയായിരുന്നു. സുധീഷ് ആരോടും അധികം സംസാരിക്കാതെ തൻ്റെ ജോലിയിൽ തന്നെ മുഴുകി. നിധി പറഞ്ഞതുപോലെ അയാൾ വീട് വിട്ടുപോയെങ്കിലും വീട്ടിൽ ഉണ്ടെന്ന് പോലും ആർക്കും തോന്നാത്ത രീതിയിലായോ പിന്നീട് അയാളുടെ പെരുമാറ്റം. ഇത് നിധിയെ വല്ലാതെ ചിന്തിപ്പിച്ചു. താൻ കാണിച്ച വാശി അല്പം കൂടിപ്പോയോ എന്ന് നിധിക്ക് തോന്നി തുടങ്ങി. ഇതിനിടയിൽ നികേഷിൻ്റെ പനി മാറി അവൻ പൂർണ്ണ ആരോഗ്യവാനായി. ഒരു ദിവസം വൈകുന്നേരം നിധി ഓഫീസിൽ നിന്നും വരുമ്പോൾ കണ്ടത് സുധീഷ് തൻ്റെ ബാഗ് പാക്ക് ചെയ്ത് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നതാണ്. നീ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുകയാണ് നിധി. ഇന്ന് എൻ്റെ പുതിയ വാടക വീടിൻ്റെ താക്കോല് കിട്ടി. നിനക്കിനി ഇവിടെ സമാധാനമായി കഴിയാം, സുധീഷ് ശാന്തമായി പറഞ്ഞു. അയാൾ ഇറങ്ങിപ്പോവാൻ തുടങ്ങിയപ്പോൾ നികേഷും സുഭാഷുമൊക്കെ തടയാൻ നോക്കിയെങ്കിലും സുധീഷ് സമ്മതിച്ചില്ല. സുധീഷ് പടിയിറങ്ങുന്നത് നോക്കി നിന്ന നിധിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അയാൾ ഇറങ്ങിപ്പോയതോടുകൂടെ ആ വീട് വീണ്ടും ഇരുളടഞ്ഞ പോലെ അവൾക്ക് തോന്നി. അന്ന് രാത്രി നിധി കൊട്ടുന്നതിനെ ഉറക്കം വന്നില്ല. അവൾ തൻ്റെ പഴയ അലമാറ തുറന്നു. അവിടെ സുധീഷ് താലി അഴിച്ചു കൊടുത്തപ്പോൾ അത് പൊതിഞ്ഞു വെച്ചിരുന്ന ചെറിയ തുണി കണ്ടു. അവൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ താലിമാല മാത്രമല്ല, സുധീഷ് അവൾക്കായി കരുതി വെച്ച ഒരു കത്താണ്. അതിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, നിധി, ഈ താലി ഞാൻ നിന്റെ കഴുത്തിലിടുമ്പോൾ നിന്നെ സംരക്ഷിക്കാമെന്ന് ഞാൻ എടുത്ത സത്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ചെയ്ത തെറ്റിന് എത്ര പ്രായശ്ചിത്തം ചെയ്താലും മതിയാവില്ല എന്ന് എനിക്കറിയാം. നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ മാറുന്നു. പക്ഷേ എന്നെങ്കിലും നീ എന്നോട് ക്ഷമിച്ചാൽ അന്ന് നിന്റെ സമ്മതത്തോട് മാത്രം എനിക്കിത് നിന്റെ കഴുത്തിൽ വീണ്ടും ചാർത്തണം. അതുവരെ ഇത് എൻ്റെ ശ്വാസം പോലെ ഞാൻ കാക്കും. കത്ത് വായിച്ചു തീർന്നപ്പോഴേക്കും നിധി പൊട്ടിക്കരഞ്ഞു പോയി. തൻ്റെ ഈഗോ കാരണം ഒരു മനുഷ്യൻ്റെ മാറ്റത്തെ താൻ കാണാതെ പോയല്ലോ എന്നുവരെ അവൾ പരിതപിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ നിധി ആ ഒരു പുതിയ വാടക വീട് തേടിപ്പിടിച്ച് അങ്ങോട്ടേക്കെത്തി.
അവിടെ തറയിൽ പായ വിരിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന സുധീഷിനെയാണ് അവൾ കണ്ടത്. നിധിയെ കണ്ട സുധീഷ് അത്ഭുതപ്പെട്ടു. നിധി, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിധി ഒന്നും മിണ്ടിയില്ല. അവൾ സുധീഷിൻ്റെ കയ്യിലിരുന്ന ആ താലിമാല വാങ്ങിച്ച് അയാളുടെ നേരെ നീട്ടി. ഈ താലി ഇനി എൻ്റെ കഴുത്തിലുണ്ടാവണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഇനി ഒരിക്കലും മദ്യപിച്ച് എൻ്റെ മുന്നിലേക്ക് വരാൻ പാടില്ല. ആ കാര്യം നിങ്ങൾ എനിക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് സുധീഷിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അയാൾ നിധിയുടെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്തു. അങ്ങനെ ആ കിളിക്കൂട്ടിൽ വീണ്ടും സന്തോഷത്തിൻ്റെ വിളക്കുകൾ തെളിഞ്ഞു. നിധി വീണ്ടും ആ വീട്ടിലെ ഐശ്വര്യമായി മാറി. സുധീഷ് തൻ്റെ പഴയ സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ച് മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. ഭാസ്കരനും സുഭാഷും നികേഷും തങ്ങളുടെ പ്രിയപ്പെട്ട ഏട്ടത്തിയമ്മ തിരിച്ചു വരുന്നതിൻ്റെ ആ ഒരു ആവേശത്തിലായിരുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.